നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നാടുനീളെ കാണുന്ന ഒരു വലിയ കാഴ്ചയാണ് ട്രാൻസ്മിഷൻ ലൈനുകൾ, ഇലക്ട്രിക് ലൈനുകൾ. വലിയ വലിയ ടവറുകളിൽ കൂടെ പോകുന്നവ, ട്രാൻസ്ഫോമറുകളിലേക്ക് വരുന്നത്, അവിടെ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്, അതിനിടയിൽ വലിയ സബ്സ്റ്റേഷനുകൾ കാണുന്നു. എന്തിനാണ് ഇത്ര വലിയ നെറ്റ്വർക്ക്, ഇത്ര വലിയ സബ്സ്റ്റേഷനുകൾ എന്തിനാണ്, ഇത്ര വലിയ ഭീമൻ ടവറുകൾ എന്തിനാണ്? പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി നേരിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചാൽ പോരെ. അതിന് ഇത്ര വലിയ ഭീമൻ സെറ്റപ്പുകൾ എന്തിനാണ് എന്നുള്ളത് ആ ടെക്നിക്കലി അതിനെപ്പറ്റി അറിയാവുന്നവർക്കും ഉയർന്ന ആ ലെവലിൽ ആ എൻജിനീയറിങ്ങിലും ഒക്കെയുള്ള ആ വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്കുമല്ലാതെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അറിവുള്ളൊരു കാര്യമല്ല. നമുക്കിന്ന് ആ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ ഇത്ര വലിയ ഭീമൻ സെറ്റപ്പുകൾ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടവരിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, വിജ്ഞാനദാഹികളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായവും ഇവിടെ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതുപോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളെ പറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ പറ്റിയുള്ള വീഡിയോകൾ ചെയ്യുന്നതിനെപ്പറ്റി ആ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. എല്ലാം ചെയ്യാം. ശരി, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വരാം. നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ലൈനിലൂടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ ധാരാളം ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാകുന്നുണ്ട്, പവർ ലോസ് സംഭവിക്കുന്നുണ്ട്. കാരണം ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലോഹങ്ങളിൽ കൂടെയാണ്. ആ ലോഹങ്ങൾ, ആ മെറ്റൽസ്, അത് എത്ര നല്ല കണ്ടക്ടറായാലും ശരി, എത്ര നല്ല വൈദ്യുതവാഹക ശേഷിയുള്ളതായാലും ശരി, അതിന് കുറച്ചൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് ഉണ്ട്. അത് കോപ്പർ ആയാലും ശരി, അലൂമിനിയം ആയാലും ശരി, ഏറ്റവും മികച്ച കണ്ടക്ടറായ സിൽവർ, വെള്ളി ആയാലും ശരി. ഈ റെസിസ്റ്റൻസ് കാരണമാണ് ഇതിൽ നിന്ന് പവർ ലോസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചിരുന്ന ബൾബുകളുണ്ടല്ലോ, ഇൻകാൻഡസൻറ്റ് ബൾബുകൾ, 25 വാട്ട്സ്, 50 വാട്ട്സ്, 100 വാട്ട്സ് ഒക്കെയുള്ള വിവിധ പവറുകളിലുള്ള ബൾബുകൾ. ആ ബൾബുകളിലേക്ക് നാം വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിൻ്റെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് ചൂടായി അങ്ങനെയാണത് പ്രകാശം പുറത്തേക്ക് വിടുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ 10-15% മാത്രമേ പ്രകാശമായിട്ട് പുറത്തു വരുന്നുള്ളൂ. ബാക്കി മുഴുവനും ചൂടായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളിലും, എല്ലാ വൈദ്യുത ലൈനുകളിലും ഇതേപോലെയുള്ള വൈദ്യുതി ഊർജ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഈ ഊർജ നഷ്ടം കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയ സംവിധാനങ്ങൾ ഉള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പവർ സ്റ്റേഷനിൽ പവർ ജനറേറ്റ് ചെയ്യുന്നു. വലിയ ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു. ആ വൈദ്യുതിയെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിലേക്ക് കൊടുക്കുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യലാണ്. എന്തുകൊണ്ടാണ് വൈദ്യുതി ഒഴുകുന്നത് എന്ന് നാം അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്ത് സാധനമാണെങ്കിലും ഒഴുകണമെങ്കിൽ, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഉയർന്ന നമ്മൾ വീടുകളിൽ പൈപ്പുകളിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഉയർന്ന ഒരു ടാങ്കിൽ ആ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ആ ഉയർന്ന ടാങ്കിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണത്. ആ പൊട്ടൻഷ്യൽ കൂടുതലുള്ളിടത്തു നിന്ന് താഴേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? താണ നിലത്തെ നീരോടു എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ
ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാവുകയുള്ളൂ, ഒരു കറൻ്റ് ഉണ്ടാവുകയുള്ളൂ, ഒരു ഒഴുക്കുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ അത് തന്നെയാണ് ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ചെയ്യുന്നത്. ഒരു പവർ സ്റ്റേഷനിൽ ചെയ്യുന്നത് അവിടെ പവർ ജനറേറ്റ് ചെയ്ത് ആ ജനറേറ്ററിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആ ഉണ്ടാകുന്ന വൈദ്യുതി ഫ്ലോ ഒരു കണ്ടക്ടറിനെ ഉയർന്ന പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉയർന്ന പൊട്ടൻഷ്യൽ ഒരു കണ്ടക്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിൻ്റെ എൻ പോയിൻറ്റിൽ എത്തിക്കുന്നു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഉയർന്ന വോൾട്ടേജിൽ കൂടെ പോകുമ്പോൾ പവർ ലോസ് കുറയുന്നത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു മാപ്പ് ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സയൻസ് വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ കഴിയുന്നത്ര മാത്തമാറ്റിക്കൽ ഫോർമുലകൾ ഉപയോഗിക്കാറില്ല. കാരണം പൊതുജനങ്ങളെ എപ്പോഴും ഈ സയൻസിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു ഘടകമാണ് അതിൻ്റെ അകത്തെ മാത്തമാറ്റിക്കൽ ഗണിത ഫോർമുലകൾ. കണക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ ആൾക്കാർക്ക് ഭയം തോന്നുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്തെ ഫോർമുലകൾ ഉപയോഗിക്കുന്നത് വളരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെയും അങ്ങനെയുള്ള ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ ഇവിടെയും അതിൻ്റെ ഫോർമുലകൾ ഉപയോഗിക്കുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഓംസ് ലോ, അതായത് വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കറൻറ്റ്, ഈ 3 റിലേഷൻഷിപ്പ്, ഈ 3 ഫാക്ടറാണ് ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉയർന്ന വോൾട്ടേജിൽ പവർ ലോസ് കുറയുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് വളരെ ഉയർന്ന വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ ലൈനുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇത് പവർ സ്റ്റേഷനിൽ നിന്നും വളരെ ഉയർന്ന വോൾട്ടേജിൽ ഒരു സബ്സ്റ്റേഷനിലേക്ക് വരുന്ന ലൈനാണിത്. ഈ ലൈൻ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നുകിൽ അലൂമിനിയം ആയിരിക്കും, അല്ലെങ്കിൽ കോപ്പർ ആയിരിക്കും. പ്രധാനമായിട്ടും കോപ്പറാണ് വലിയ ട്രാൻസ്മിഷൻ ലൈനുകളിൽ ഉപയോഗിക്കുന്നത്. ഇനിയും എത്ര നല്ല കണ്ടക്ടറാണെന്ന് പറഞ്ഞാലും അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് കാരണം കുറച്ച് പവർ ലോസ്, ട്രാൻസ്മിഷൻ ലോസ് ഇവിടെ സംഭവിക്കുന്നു. ഈ ട്രാൻസ്മിഷൻ ലോസ് എത്ര കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ആ ട്രാൻസ്മിഷൻ ലോസ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ വോൾട്ടേജ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയ വോൾട്ടേജിൽ നിന്നും ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വഴി അത് വളരെ ഉയർന്ന വോൾട്ടേജ് 60 kV, 110 kV, 230 kV, 220 kV അങ്ങനെയൊക്കെ വളരെ ഉയർന്ന ഒരു പവറിലേക്ക് അത് മാറ്റിയിട്ട്, വോൾട്ടേജിലേക്ക് അത് മാറ്റിയിട്ടാണ് ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴി അത് സബ്സ്റ്റേഷനിൽ എത്തിച്ചിട്ട് വീണ്ടും അവിടെ വെച്ച് അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷമാണ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉയർന്ന വോൾട്ടേജ് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കുന്നത് എന്ന് ചില ലളിതമായ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഓംസ് ലോ എന്ന വളരെ വിഖ്യാതമായ ഒരു നിയമമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ്, ഇത് 3ഉം വൈദ്യുതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണിത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈദ്യുതിയുടെ ഇലക്ട്രോണുകളുടെ ഒഴുക്കിൻ്റെ ശക്തി, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിലുള്ള പ്രതിരോധം. ഇത് 3ഉം തമ്മിലുള്ള റിലേഷനാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അത് V = I × R. V എന്ന് പറയുന്നത് വോൾട്ടേജ്, I എന്ന് പറയുന്നത് കറൻറ്റ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. വോൾട്ടേജിനെ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്ന യൂണിറ്റ് കൊണ്ടും, കറൻറ്റിനെ ആംപിയർ എന്ന യൂണിറ്റ് കൊണ്ടും, റെസിസ്റ്റൻസിനെ ഓംസ് എന്ന യൂണിറ്റ് കൊണ്ടും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ റിലേഷൻ വളരെ പ്രധാനമാണത്. ഇത് വെച്ചിട്ട് നമുക്ക് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫോർമുല കൂടിയുണ്ട്, ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, വൈദ്യുതി നമുക്കൊരു പവർ തരുന്നുണ്ടല്ലോ, ആ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = V × I എന്നാണത്. അതായത് വോൾട്ടേജും കറൻറ്റും ചേരുന്നതാണ്, അതിൻ്റെ ഗുണനഫലമാണ് പവർ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഈ V എന്ന് പറയുന്നത് I × R ആണല്ലോ. അപ്പം അതിനെ നമ്മൾ IR എന്ന് തന്നെ, I
ഇൻറ്റു ആർ ഇൻറ്റു ഐ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അവിടെ 2i വരുന്നത് കൊണ്ട് ഐ സ്ക്വയർഡ് ആർ, പി ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇവിടെ ഒരു പവർ ലൈനിലേക്ക്, വലിയ ഉയർന്ന പവർ ലൈനിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, ഇവിടെ നിന്നൊരു വോൾട്ടേജ് കിട്ടുന്നു. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ. കുറച്ച് പവർ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു ഈ ലൈനിലെ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, അത് വി ഇൻ അഥവാ വോൾട്ടേജ് കൊടുക്കുന്ന ആ സമയത്തെ വോൾട്ടേജാണത്. ഇവിടെ വി ഔട്ട് എന്ന് പറയുന്നു. ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്. യാത്രയിൽ കുറച്ച് ചിലവായി. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 800 രൂപയുണ്ട്. ആ 200 രൂപ നമുക്ക് വഴിയിൽ നഷ്ടപ്പെട്ടു പോയതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിപ്പോയതാണ്. അതായത് 1000 രൂപ എന്ന് പറയുന്നത് വി ഇന്നും 800 രൂപ എന്ന് പറയുന്നത് വി ഔട്ടുമാണ്. അപ്പം വി ഇന്നിൽ നിന്ന് വി ഔട്ട് കുറച്ചാൽ നമുക്ക് എത്ര നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് കിട്ടുമല്ലോ, എത്ര വഴിയിൽ പോയി എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ്, അത്രമാത്രം ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വഴിയിൽ പോകുന്നത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഒരു വലിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു വലിയ പവർ കൂടിയല്ലേ നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു പി ഇൻ ആണല്ലോ, തീർച്ചയായിട്ടും അതെ. ഇവിടെ ലഭിക്കുന്നതും ഒരു പവറാണല്ലോ അല്ലേ, അത് പി ഔട്ടുമാണല്ലോ. വി ഇൻ പോലെ തന്നെ വി ഔട്ട്, ആ വലിയ വോൾട്ടേജ് കൊടുക്കുന്ന പവറാണത്. ഇനിയിപ്പോൾ ഇത് നഷ്ടപ്പെട്ടത് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഈ പി ഇൻ മൈനസ് പി ഡിസിപ്പേറ്റഡ് ഈക്വൽസ് പി ഔട്ട് ആണല്ലോ. അതായത് ഇവിടെ നിന്ന് കൊടുത്തതിൽ നിന്ന് നഷ്ടപ്പെട്ടത് കുറച്ചാൽ നമുക്ക് ഫൈനലായിട്ടുള്ളത് കിട്ടും. അപ്പം ഇത് കിട്ടണമെങ്കിൽ എന്താ പറ്റുക, മുമ്പേ പറഞ്ഞ പോലെ 1000 മൈനസ് 800 നമുക്ക് 200 ചിലവായി എന്ന് പറഞ്ഞതുപോലെ ഈ പി ഇന്നിൽ നിന്ന് പി ഔട്ട് കുറച്ചാൽ പി ഡെസിപ്പേറ്റഡ് നമുക്ക് ഇവിടെ ലഭിക്കും. പവർ ഡെസിപ്പേറ്റഡ്, നഷ്ടപ്പെട്ടു പോയ പവർ ലഭിക്കും. ഇതിനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ പി ഇൻ എന്ന് പറയുന്നത് വി ഇൻ, ഈ ഫോർമുല വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്, വി ഇൻ ഇൻറ്റു ഐ, കറണ്ടിന് മാറ്റമില്ല, മൈനസ് പിന്നെ വി ഇൻ മൈനസ് പി ഡെസിപ്പേറ്റഡ് അല്ലേ വേണ്ടത് നമുക്ക്. പി ഡെസിപ്പേറ്റഡിനെ ഐ സ്ക്വയർഡ് ആർ ഈക്വൽസ് വി ഔട്ട് ഇൻറ്റു ഐ. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആർ ഉപയോഗിക്കാത്തത്, റെസിസ്റ്റൻസ് ഉപയോഗിക്കാത്തത്? പവർ കൊടുക്കുന്ന സമയത്തും പവർ ലഭിക്കുന്ന പോയിൻറ്റിലും അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത് ഈ ലൈനിലൂടെ ഈ വൈദ്യുതി സഞ്ചരിക്കുമ്പോഴാണ്. ആ വൈദ്യുതി അങ്ങനെ ലൈനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും പവർ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പി ഡെസിപ്പേറ്റഡ് എന്നുള്ളതിനെ നമ്മൾ ഐ സ്ക്വയർഡ് ആർ എന്ന് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി ഇൻ ഇൻറ്റു ഐ മൈനസ് വി ഔട്ട് ഇൻറ്റു ഐ സമം ഐ സ്ക്വയർഡ് ആർ ആയല്ലോ. ഈ ഐ സ്ക്വയർഡ് ആർ ആണ് പവർ ഡെസിപ്പേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്, പവറിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇത് കുറയ്ക്കണമെങ്കിൽ, ഇത് കുറയ്ക്കാൻ എന്താ മാർഗം? ഇത് കുറയ്ക്കാൻ ഒരൊറ്റ മാർഗമേ, ഈ ആർ നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. ആർ എന്നത് ഒരു തരത്തിലും നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. ആ മെറ്റീരിയലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഈ ഐ എന്നത് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം ഈ പി ഡിസിപ്പേറ്റഡും നമുക്ക് കുറയ്ക്കാൻ, പവർ ലോസും നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ ഐ അഥവാ കറൻറ്റ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഐ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോൾട്ടേജ് പരമാവധി അവിടെ കൂട്ടുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വോൾട്ടേജ് കൂടുമ്പോഴെങ്ങനെയാണ് കറൻറ്റ് കുറയുക? അത് വളരെ ലളിതമാണ്. പവർ എന്ന് പറയുന്നത് എന്താ? വി ഇൻറ്റു ഐ അല്ലേ.
അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഫോർമുലയിലും ഇതും കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ, കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ വി കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ പവർ മാറുന്നുമില്ല, ഈ സൈഡ് മാറുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് കുറഞ്ഞല്ലേ പറ്റുള്ളൂ, അങ്ങോട്ട് തിരിഞ്ഞില്ല അല്ലേ പൂർണ്ണമായിട്ട്. ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ 100 എന്ന് പറയുന്നതിനെ നമുക്ക് പല രീതിയിൽ എഴുതാമല്ലോ. ഇപ്പോൾ 10 × 10, ഇതിൽ വി എന്ന് പറയുന്നത് 10ഉം ഐ എന്നുള്ളതും 10 എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ വി എന്നുള്ളത് ഒരു 20 ആക്കിയാൽ ഈ ഐ എന്നുള്ളത് 5 ആയാലല്ലേ ഇവിടെ 100 ആവുകയുള്ളൂ, ഈ കോൺസ്റ്റൻ്റായി നിലനിൽക്കുകയുള്ളൂ. ഈ വി എന്ന് പറയുന്നത് 25 ആക്കിയാൽ ഈ ഐ എന്ന് പറയുന്നത് വീണ്ടും കുറയുമല്ലോ, 4 ആവുമല്ലോ ഇല്ലേ. ഇനിയും ഈ വി എന്നുള്ളത് 50 ആക്കിയാൽ ഈ ഐ എന്നുള്ളത് വീണ്ടും 2 ആവുമല്ലോ. അൾട്ടിമേറ്റ് എന്താണ്? ഇത് 100 തന്നെ നിലനിൽക്കണം, ഇതിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഇവിടെ ഒരു സൈഡ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മറ്റേ സൈഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് വി കൂടിക്കൊണ്ടിരുന്നാൽ ഐ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് വോൾട്ടേജ് കൂടിക്കൊണ്ടിരുന്നാൽ കറൻറ്റ് കുറയും, കറൻറ്റ് കുറഞ്ഞാൽ എന്ത് പറ്റും? ഈ പവർ ലോസും കുറയും. അപ്പോൾ എന്താ പറ്റുക? ഈ കറൻറ്റ് കുറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? പി ഡിസിപ്പേറ്റഡ് സമം I² R ആണ്. ഈ കറൻറ്റ് കുറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പവർ ഡിസിപ്പേറ്റഡും ഓട്ടോമാറ്റിക്കലി കുറയും. അതുകൊണ്ടാണ് ഈ ട്രാൻസ്മിഷൻ ലൈനുകളിൽ പരമാവധി വോൾട്ടേജ് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലൈനിലെ ട്രാൻസ്മിഷൻ ലോസ് കുറയുകയും ചെയ്യുന്നത്. ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളിലൂടെ ഞാനത് ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ടേബിൾ എടുക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഒരു 5000 വാട്ട്സ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഹൈ വോൾട്ടേജ് കേസും ഇതൊരു ലോ വോൾട്ടേജ് കേസുമാണ്. 2 വോൾട്ടേജിലും നമ്മൾ 5000 പവറാണ്, 5000 വാട്ട്സ് പവറാണ് ഉണ്ടാക്കുന്നത്. ഈ 5000 വാട്ട്സ് പവർ ലഭിക്കണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒരു 100 ആണ് ഇവിടുത്തെ വോൾട്ടാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഈ വോൾട്ടേജ് കൊടുക്കുന്നത് ഈ 100 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് 5000 വാട്ട്സ് പവർ ഉണ്ടാക്കുന്ന കേസാണിത്. ഇത് ഒരു 25 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് 5000 വാട്ട്സ് ഉണ്ടാക്കുന്ന കേസാണ് ഇത്. അങ്ങനെ വരുമ്പോൾ ഈ ഐ എന്ന് പറയുന്നത് 2 കേസിൽ ഇത് കറൻറ്റാണ്. ഈ 2 കേസിലും എങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. നമ്മൾ കണ്ടു ഫോർമുലയിൽ P = V × I എന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ I എന്ന് പറയുന്നത് P/V ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കേസിൽ കറൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ കേസിൽ കറൻറ്റ് എന്ന് പറയുന്നത് 5000/100 അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നത് 50 ആംപിയറാണ് ഇവിടെ വരുന്ന കറൻറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കറൻറ്റ് അതായത് 100 വോൾട്ട് കൊണ്ട് 5000 വാട്ട്സ് പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറൻറ്റ് എന്ന് പറയുന്നത്, അവിടെയുള്ള കറൻറ്റ് എന്ന് പറയുന്നത് 50 ആംപിയറാണ്. ഇവിടെ വരുമ്പോഴോ 5000/25 അല്ലേ. 5000/25 എന്ന് പറയുമ്പോൾ 200 ആംപിയറാണ് ഇവിടുത്തെ കറൻറ്റ്. നോക്കൂ, വോൾട്ടേജ് കുറഞ്ഞപ്പോൾ കറൻറ്റ് വളരെ കൂടി, വോൾട്ടേജ് കൂടി നിൽക്കുമ്പോൾ കറൻറ്റ് വളരെ കുറവായിരിക്കും. നമുക്ക് വേണ്ടതെന്താണ്? കറൻറ്റ് പരമാവധി കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ നമുക്ക് പവർ ഡിസിപ്പേറ്റഡ് ഓരോ കേസിലും എത്ര വരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. പവർ ഡിസിപ്പേറ്റഡ് എങ്ങനെയാണ് കാണുന്നത്? I² R ആണ് അല്ലേ. I² R. ഈ ട്രാൻസ്മിഷൻ ലൈനിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം വിചാരിക്കാം 5 ohms ആണെന്ന് വിചാരിക്കുക. അത്രയും ഇല്ല, അതിനെക്കാട്ടി കൂടുതലുണ്ടാകും. നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് I² R ആണ് അല്ലേ. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? I എന്ന് പറയുന്നത് 50² അല്ലേ.
50 × 50 × റെസിസ്റ്റൻസ് 5 അല്ലേ? അപ്പോൾ ഇത് എത്രയാണ് വരിക? 50 × 50 I സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഇവിടെ I സ്ക്വയർഡ് എന്ന് പറയുന്നത് 2500 × 5. 2500 × 5 എന്ന് പറയുമ്പോൾ 12500. ഇവിടുത്തെ പവർ ലോസ് എന്ന് പറയുന്നത് 12500 വാട്ട്സാണ്. നോക്കൂ, 100 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 5000 വാട്ട്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ 12500 വാട്ട്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നമുക്ക് 5000 വാട്ട്സേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇനി ഈ കേസ് നോക്കിക്കോളൂ. ഇവിടെ വരുമ്പോൾ ഈ I²R എന്ന് പറയുമ്പോൾ 200 × 200 ഗുണം ഏതാണ്? റെസിസ്റ്റൻസ് 5 എത്ര വരും? 40000 ഗുണം 5 എന്ന് വെച്ചാൽ 2 ലക്ഷം വാട്ട്സ്. ഈ 2 ലക്ഷം വാട്ട്സ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് പവർ വോൾട്ടേജ് എന്ന് പറയുന്നത് 4/1 കുറഞ്ഞപ്പോൾ പവർ ലോസ് എന്ന് പറയുന്നത് ഏതാണ്ട് 20 ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ 100 വോൾട്ട് എന്നുള്ളത് 1000 വോൾട്ട് ആണെങ്കിൽ ഈ പവർ ലോസ് വീണ്ടും കുറയില്ലേ? ഇതുകൊണ്ടാണ് ഉയർന്ന വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പവർ ലോസ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉയർന്ന വോൾട്ടേജിൽ ഊർജ്ജ നഷ്ടം കുറയുന്നത് എന്ന് മാത്തമാറ്റിക്കലി തിയറട്ടിക്കലി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാര്യം ഇവിടെ കുറച്ച് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ മാപ്പ് ചോദിക്കുകയാണ്. മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണത് ഉപയോഗിക്കേണ്ടി വന്നത്. കഴിയുന്നത്ര ലളിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഞാൻ സയൻസ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചിലയിടത്ത് ഇത് ചെയ്തേ പറ്റുള്ളൂ. വളരെ ലളിതമായ V = I × R മൂന്ന് അക്ഷരങ്ങൾ മാത്രമുള്ള ലളിതമായ ഫോർമുലകളാണ്, ലളിതമായ കണക്കുകളുമാണത്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് സുഹൃത്തുക്കളെ ഉയർന്ന വോൾട്ടേജിൽ ഭീമൻ ലൈനുകൾ നമ്മുടെ നാടുകളിൽ കാണുന്നത്. എങ്ങനെയാണത്? ആദ്യം പവർ ജനറേറ്ററിൽ നിന്ന് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വഴി ഉയർന്ന വോൾട്ടേജിലേക്ക് മാറ്റി അവിടെ നിന്ന് 10ഉം 200ഉം 300ഉം കിലോമീറ്ററുകൾ ഈ ഉയർന്ന വോൾട്ടേജിൽ 60 kV, 120 kV, 220 kV, അങ്ങനെ 760 kV വരെയുള്ള വളരെ 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 ഉയർന്ന പൊട്ടൻഷ്യലിലുള്ള ആ വോൾട്ടേജ്, ആ വൈദ്യുതി സബ്സ്റ്റേഷനുകളിൽ എത്തിച്ച് സബ്സ്റ്റേഷനുകളിൽ അത് വീണ്ടും കുറയ്ക്കും, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കുറയ്ക്കും ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ചുകൊണ്ട്. ട്രാൻസ്ഫോർമറുകൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 11 kV ആക്കി മാറ്റും. ആ 11 kV ലൈനുകൾ നമ്മുടെ വീടിൻ്റെയും പരിസരങ്ങളിലുമൊക്കെയുള്ള ട്രാൻസ്ഫോർമറുകൾ, ചെറിയ ട്രാൻസ്ഫോർമറുകളിലെത്തും. അവിടെ വെച്ച് അതിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 240 വോൾട്ട് എന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് അത് കൊണ്ടുവന്ന് എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ വഴി നമ്മുടെ വീടുകളിൽ എത്തിക്കും. വൈദ്യുതിയെപ്പറ്റിയുള്ള ഈ ഒരു അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.